എന്നാലും ഞാനൊരു 3 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സൈബർ ഫോക്ലോർ, സൈബർ ഇടത്തിലെ സാമൂഹികതയുടെ സാംസ്കാരിക രാഷ്ട്രീയം എന്ന വിഷയത്തെ ചുരുക്കി പറയാൻ ശ്രമിക്കാം. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം എനിക്ക് ഒരു ക്ഷമാപണം എന്ന രീതിയിൽ പറയാനുള്ളത്, ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കാര്യം, ഞാനിത് തയ്യാറെടുക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലുള്ള ലേഖനങ്ങളായിരുന്നു കൂടുതൽ വായിച്ചുകൊണ്ടിരുന്നത്. കാരണം മലയാളത്തിലുള്ള 1-2 പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ എനിക്ക് മനസ്സിലായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെതായ ഭാഷയിലുള്ള പരിമിതി. ഞാൻ സാഹിത്യവുമായി ബന്ധമില്ലാതെ സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠനവും ഗവേഷണവും ഒക്കെ നടത്തി വരുന്നത് കൊണ്ടും, പിന്നെ ചില സാമൂഹ്യശാസ്ത്രപരമായ പദങ്ങൾക്ക് ചില സമയങ്ങളിൽ അതിന്റെ യഥാർത്ഥ പരിഭാഷ ലഭ്യമാകാത്തതിന്റെ കുഴപ്പം കൂടെ കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അങ്ങനെ പറഞ്ഞു പോകണം. ആദ്യമായി വായന എന്നൊരു കാര്യം, നേരത്തെ രാജശേഖരൻ സൂചിപ്പിച്ചതുപോലെ പലതും മരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വായന മരിക്കുന്നു, അല്ലെങ്കിൽ വായന ഇപ്പോൾ തിരിച്ചു വരുന്നു എന്നൊക്കെയുള്ള ചില സങ്കല്പനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ വായന മരിക്കുന്നുണ്ടോ പുനർജീവിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുപരിയായിട്ട് മാറി വരുന്ന ഒരു വായനയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്ന് തോന്നുന്നു. നിങ്ങളിൽ പലരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ യൂട്യൂബ് ഞാനെപ്പോഴും തുറക്കുമ്പോൾ അതിൽ മിക്കവാറും എനിക്കൊരു പരസ്യം വരാറ്. അപ്പൊ ചില പരസ്യങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, അതൊരു ട്രാപ്പാണ്. അപ്പൊ നമ്മളിങ്ങനെ ആ മഞ്ഞ വര കടന്നു പോകുന്നതിലൂടെ ഇങ്ങനെ നോക്കണം. അപ്പൊ ഒരു 10-40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു മോട്ടിവേഷൻ സ്പീക്കർ പോലെ തോന്നിക്കുന്ന ഒരാള് ഒരു കന്നഡയിൽ തെലുഗും കലർന്ന ഒരു ഇംഗ്ലീഷിൽ ചോദിക്കുകയാണ്, ഡു യു റീഡ് എ ബുക്ക് എവറി വീക്ക്? അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം, നിങ്ങൾ ആഴ്ചയിൽ ഒരു പുസ്തകം വായിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു വർഷം നിങ്ങൾ 52 പുസ്തകം വായിച്ചിരിക്കും. അങ്ങനെ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന്, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ടോപ്പ് 5% ഓഫ് ദ ഡൂവേഴ്സ് ഇൻ ദ വേൾഡ്. അതായത് ഏറ്റവും കൂടുതലായി കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അത്രത്തോളം കാര്യപ്രാപ്തിയുള്ള ആളുകളിൽ ഒരാളായി നിങ്ങൾ മാറും. അദ്ദേഹം ഉദാഹരിക്കുന്നത് മൈക്രോസോഫ്റ്റിലെ, അല്ലെങ്കിൽ ആപ്പിളിലെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ ഉടമകളെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുകയാണ്, പിന്നെ നിങ്ങളുടെ മനസ്സിന്റെ അല്ലെങ്കിൽ തലച്ചോറിന്റെ മാജിക്കൽ പവറുകൾ നിങ്ങൾ വീണ്ടെടുക്കും അല്ലെങ്കിൽ കണ്ടെത്തും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു 2 മിനിറ്റുള്ള സംഭാഷണം ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പറയുകയാണ്, ഒരു ആവറേജ് റീഡർ, ഒരു ശരാശരി വായനക്കാരൻ ഒരു മിനിറ്റിൽ 150 മുതൽ 200 വാക്കുകൾ വരെ വായിക്കും. എന്നാൽ ഒരു വേഗമേറിയ വായനക്കാരൻ ഒരു മിനിറ്റിൽ 800 തൊട്ട് 1000 വാക്കുകൾ വരെ വായിക്കും. അങ്ങനെ 800 തൊട്ട് 1000 വാക്കുകൾ വരെ ഒരു മിനിറ്റിൽ വായിക്കാൻ നിങ്ങളെ ഞാൻ പരിശീലിപ്പിക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫർ. അപ്പൊ ഈ ഓഫറിന് ശേഷം അദ്ദേഹം പറയും, ഇങ്ങനെ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത്രയധികം പുസ്തകങ്ങൾ വായിച്ചു തീർക്കാൻ പറ്റും. അപ്പൊ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെ ഒരു ടാർഗറ്റാണ്. ഇത്രയും പുസ്തകങ്ങൾ നിങ്ങൾ ഒരാഴ്ച ഒരു പുസ്തകം വെച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാം. അപ്പൊ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇതിനു വേണ്ടി നിങ്ങൾക്ക് എൻ്റെ 7 ദിവസത്തെ കോഴ്സ്. അവിടെ അദ്ദേഹം ഒരു ആഴ്ച എന്ന് പറയുന്നില്ല. അപ്പൊ 7 ദിവസം എന്ന് പറയുമ്പോൾ ഒരു നമ്പർ കൂടുകയാണ്. ഇതിലൊക്കെ ചെറിയ ചെറിയ സംഗതികൾ കിടക്കുകയാണ്. കാരണം 7 ദിവസത്തെ ഒരു കോഴ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് വെറും 99 രൂപ 95 പൈസ മാത്രം വരുന്ന, അത് ഓൺലൈനിൽ അടച്ചാൽ മതി. ഇങ്ങനെയാണ് ഈ പരസ്യം പോകുന്നത്. ഒരു പരസ്യത്തിന് വേണ്ടി ഞാൻ ഒരുപാട് സമയം എടുക്കും. ഇത് പറയാൻ കാരണം, ഈ വായന എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഡിജിറ്റൽ
ലോകത്തേക്ക് കടന്നു വരുമ്പോൾ വായനയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, വായനയിൽ ഒരാൾ അനുഭവിക്കുന്ന അതിതീവ്രവും വൈകാരികവുമായ സുഖമോ ദുഃഖമോ അത്തരത്തിൽ ഏതെങ്കിലും വൈകാരിക തലത്തെ സ്പർശിച്ചു കൊണ്ടുപോകുന്ന വളരെ വ്യക്തിപരവും എന്നാൽ സാമൂഹികവുമായ ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു അനുഭവം എന്ന രീതിയിൽ നിന്ന് വായന എടുത്ത് മാറ്റി വായന ഒരു ടാർഗറ്റ് ഓറിയന്റഡ് ഗോൾ ആയി മാറുക. അത്തരത്തിൽ വായനയെ വേറെ തരത്തിൽ ഗണിതവൽക്കരിക്കുകയാണ്. അതായത് ഇത്ര നമ്പറുകൾ അല്ലെങ്കിൽ വായനയെ അക്കങ്ങളിലൂടെ എങ്ങനെ വായനയെ ചുരുക്കി മാറ്റാമെന്നുള്ളൊരു ഉപദേശമാണ് അവിടെ കിട്ടുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വായന കുറച്ചു കാലം മുമ്പൊക്കെ ഞാൻ ഡൽഹി പോലെ സ്ഥലത്തൊക്കെ ഷോപ്പിംഗ് മാളുകളിൽ പോകുമ്പോൾ പുസ്തകശാലകൾ അധികം കാണാറില്ല. ബുക്ക് ഷോപ്പുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇപ്പൊ പുസ്തക മേളകൾ, ഇപ്പൊ ഡൽഹിയിലെ പ്രഗതി മൈതാൻ പോലുള്ള സ്ഥലത്ത് നടക്കുന്ന ബുക്ക് എക്സിബിഷൻ, വേൾഡ് ബുക്ക് ഫെയർ, ഒരു ഉത്സവത്തിനേക്കാളും തിരക്ക് അനുഭവപ്പെടുന്ന രീതിയിലാണ് ആളുകൾ പുസ്തക എക്സിബിഷനിൽ എത്തുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ ആളുകൾ വായിക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി വലിയ പിടിയില്ല. പക്ഷെ എന്നാലും വായിക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ പുസ്തകം വാങ്ങിക്കുന്നു എന്ന ഒരു അനുഭവത്തെ അപ്പോഴപ്പോഴും ആളുകൾ ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എല്ലാ പുസ്തക എക്സിബിഷനുകളിലും സെൽഫി പോയിന്റുകളൊക്കെ കാണാം. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ സെൽഫി പോയിന്റ്. അത്തരത്തിൽ പുസ്തകങ്ങൾ വാങ്ങുന്നു, പുസ്തകങ്ങൾ ഷെൽഫിൽ നിന്ന് എടുക്കുന്നതിന്റെ ചിത്രങ്ങൾ അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്യുന്നു. പുസ്തകം വായിക്കുന്നതിന്റെ പേജ്, ചില പാരഗ്രാഫുകളുടെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇടുന്നു. ഇതൊരു പ്രശ്നമോ ഇതൊരു തെറ്റോ എന്ന രീതിയിലല്ല പറയുന്നത്. ഇതിന് ശേഷം ഉണ്ടാകുന്ന ഒരു തരം ആകുലതയുണ്ട് പലർക്കും. ഇതിനെ ഞാൻ പലരോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ അത് എത്ര പേർ കാണുന്നു, എത്ര പേർ അതിനെ ലൈക്ക് ചെയ്യുന്നു, എത്ര പേർ അതിനടിയിൽ പോസിറ്റീവായിട്ടുള്ള കമന്റ് അടിക്കുന്നു. നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ പറയുകയാണ്. എങ്ങനെ ഇത് ഒരു ഡിജിറ്റൽ ലോകത്തെ ഒരു പെർഫോമൻസ് ആയി മാറുന്നു. അത് അത്യധികം സ്വകാര്യവും എന്നാൽ സാമൂഹികവുമായ ഒരു അനുഭവത്തെ ഏതൊരു രീതിയിൽ ഒരു പ്രകടനപരത മാത്രമായി ചുരുക്കുന്നു എന്ന രീതിയിലാണ് ഈ വായന പോകുന്നത്. ഇത് പറയാൻ കാരണം വായനയുടെ മാറി വരുന്ന ഒരു സ്വഭാവത്തെ ഇപ്പൊ ഡിജിറ്റൽ അല്ലെങ്കിൽ നമ്മൾ സൈബർ ഇടങ്ങളിൽ കാണുന്ന വായന എന്ന് പറയുന്നത് വായിക്കൽ മാത്രമല്ല. ഇന്നിപ്പോ ഓഡിയോ ബുക്സിന്റെ കാലമാണ്. ഇപ്പൊ ഓഡിയോ ബുക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി വായന നടക്കും, കേൾക്കാം. ഉദാഹരണം, നമ്മൾ അടുക്കളയിൽ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കിത് ചെവിയിൽ കുത്തി ഇത് കേൾക്കാം. ഇപ്പൊ ഓഡിയോ ബുക്സിന്റെ ഒരു കാലത്ത് മുമ്പൊക്കെ ഓഡിയോ ബുക്സിൽ മെഷീനുകളായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ ഓഡിയോ ബുക്സിൽ മറ്റ് ആളുകൾ വായിച്ചുകൊണ്ടുള്ള വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ശബ്ദം, അതിൽ തന്നെ ചില ഓഡിയോ ബുക്സിലൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം ആൺ ശബ്ദം പെൺ ശബ്ദം എന്ന്. ഇപ്പൊ വളരെ അടുത്ത കാലത്തായിട്ട് എഴുത്തുകാർ തന്നെ അവരുടെ സ്വന്തം പുസ്തകങ്ങളെ വായിച്ച് അവതരിപ്പിക്കുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. ഏറ്റവും അടുത്ത ഉദാഹരണം മദർ മേരി കംസ് ടു മീ എന്നതിന്റെ ഓഡിയോ ബുക്ക് അരുന്ധതി റോയ് തന്നെയാണ് വായിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ കേൾവി അനുഭവം, വായന അനുഭവത്തിൽ നിന്ന് അത് മെച്ചപ്പെട്ടതോ അല്ലയോ എന്നതിനുപരിയായി ഒരു എഴുത്തുകാരിയുടെ ശബ്ദത്തിലൂടെ, എഴുത്തുകാരിയുടെ ചില എക്സ്പ്രഷൻസിലൂടെ തന്നെ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു തരം വായനാനുഭവം. ഇത്തരത്തിൽ വായനയുടെ ഡിജിറ്റൽ ലോകം പല ഞാൻ സാധ്യതയെന്നോ പറയുന്നില്ല, പലതരം അനുഭവങ്ങളെ തുറന്നുവിടുന്നതോടൊപ്പം കൂടി മനുഷ്യനും യന്ത്രങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഇത് വളരെ കാലം മുമ്പ് തന്നെ പ്രസിദ്ധ ഒരു പോസ്റ്റ് ഫെമിനിസ്റ്റ് എന്നൊക്കെ സ്വയം വിശേഷിക്കുന്ന ഡോണ ഹറവേ 1985 എഴുതിയിട്ടുള്ള ദ സൈബോർ മാനിഫെസ്റ്റോ എന്ന കൃതിയിൽ പറയുന്നുണ്ട്. എന്താണ് സൈബോർ ആകുന്ന അവസ്ഥ? സൈബോർഗ് എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവി അതിന്റെ ശരീരത്തിലോ മനസ്സിലോ
എങ്ങനെയൊക്കെ ഒരു ബാഹ്യമായ യന്ത്രവൽകൃത ഘടനയെ ആവാഹിച്ച് അത് നിലകൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം അവസ്ഥയാണ്. ഇതൊരു ഇൻ ബിറ്റ്വീൻനെസ് അല്ലെങ്കിൽ ഇടനിലയിലുള്ള ഒരു അവസ്ഥ. മനുഷ്യനും മൃഗങ്ങളും തമ്മിലാവാം, അല്ലെങ്കിൽ മനുഷ്യനും യന്ത്രവും തമ്മിലാകാം, അല്ലെങ്കിൽ സംസ്കാരവും പ്രകൃതിയും തമ്മിലാവാം. ഇത്തരത്തിലുള്ള ഇടനിലകളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ പരമ്പരാഗതമായി നിലകൊണ്ടിരുന്ന ദ്വന്ദ്വ ആലോചനകളെ, ദ്വന്ദ്വം എന്ന ഈ ബൈനറി ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഡയലക്റ്റിക്സ് എന്നൊക്കെ പറയുന്ന ആ ദ്വന്ദ്വ മാതൃകകളെ ഒരു തരത്തിൽ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ആലോചനയാണ് അന്ന് ഡോണ ഹാരവേ മുന്നോട്ട് വെച്ചിരുന്നത്. ഈ ഡോണ ഹാരവേ പിന്നെ അതിനുശേഷം കമ്പാനിയൻ സ്പീഷീസ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞൊരു കൃതിയിൽ പറയുന്നത്, ഈ എസ്സേയിൽ ഉള്ള അത് മനുഷ്യനും മൃഗവും തമ്മിലുള്ള, ഡോഗിനെ പറ്റിയിട്ടാണ്, പട്ടിയെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ഇതാണ്. പട്ടിയും മനുഷ്യനും തമ്മിലുള്ള ആ ഇടനില എന്താണെന്ന്. ഇത് ഞാനിപ്പോ അടുത്ത് എക്കോ എന്നൊരു സിനിമയിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഒരു 40 വർഷത്തിന് ശേഷം മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നത് എനിക്ക് വളരെ താല്പര്യപൂർവ്വം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള ഈ കണക്ഷൻ, ഇത് ഹാരവേ 85 എഴുതിയതിന് ശേഷം വളരെ നമ്മൾ 2010 ശേഷമാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു നമുക്ക് തള്ളിക്കയറ്റം എന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നത്. അപ്പൊ ഇതോടനുബന്ധിച്ച് ഒരു 2014-15 തോന്നുന്നു, എക്സ് മക്കീന എന്ന് പറഞ്ഞൊരു സിനിമ, അതിൽ ഒരു ഇവ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നിർമ്മിത ബുദ്ധിയിലൂടെ ഉണ്ടാക്കിയ ഒരു സ്ത്രീ കഥാപാത്രം. ഈ സ്ത്രീ കഥാപാത്രം ഒരു പോസ്റ്റ് ഹ്യൂമൻ അഥവാ പോസ്റ്റ് വുമൺ എന്ന് വിളിക്കാവുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് ഇവിടെ സൈബോർഗ് എന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ അതിന്റെ പല വർഷം നമ്മൾ ഇന്ത്യൻ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള റോബോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നുള്ള രീതിയിലൊക്കെ എങ്ങനെയാണ് യന്ത്രവൽകൃതമായ ഒരു അവസ്ഥയെ മനുഷ്യനിലേക്കുള്ള ഒരു പരിണാമത്തിന്റെ ഭാഗമായിട്ട് സങ്കല്പിച്ചത്. ഡോണ ഹാരവേയുടെ സങ്കല്പം പിന്നീട് പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമായി, ജനപ്രിയ സിനിമകളും ജനപ്രിയ എഴുത്തിന്റെ ഭാഗമായി കടന്നു വരികയാണ്. ഇതിന്റെ ഒരു മുന്നോട്ടുള്ള നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മളൊക്കെ സൈബോർഗുകളാണ് ഒരു തരത്തിൽ എന്ന വിശ്വാസം നമ്മളിലേക്ക് ഉൾച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ യന്ത്രങ്ങളാവുന്നു എന്നല്ല, യന്ത്രങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് വിച്ഛേദിക്കപ്പെടാനാവാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി വരികയാണ്. ഇതിന്റെ ഒരു ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വായന നമ്മൾ ഡിജിറ്റൽ ലോകത്തിലേക്ക് പറിച്ചു നട്ട് കഴിയുമ്പോൾ ചില ഏകശിലാത്മകമായ ചില ചാനലുകൾ നമ്മുടെ മുന്നിൽ കടന്നു വരും. അപ്പൊ അതിനെ നമുക്ക് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാനാവാത്ത രീതിയിൽ ഒരു ട്രാപ്പിൽ നമ്മൾ പെടും. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പോ നമ്മൾ ഒരു ഉപഭോക്തൃ സംസ്കാരത്തിന്റെ ഒരു തലത്തിൽ നിന്ന് മാറി ഒരു 4 മൾട്ടിനാഷണൽ കമ്പനികൾ, അല്ലെങ്കിൽ ഇതൊക്കെ വളരെ കണക്റ്റഡ് ആയിട്ടുള്ളതാണ്, ആൽഫ എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ആമസോൺ, ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ആപ്പിൾ. അപ്പൊ ഈ 4 ബ്രാൻഡുകള് നമ്മൾ പലർക്കും എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കെട്ടുപണഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കിടക്കുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പലരും ഇപ്പം ഏതാണ്ട് നമ്മളൊരു 3 മണിക്കൂറായി ഇവിടെ ഇരിക്കുന്നു. 3 മണിക്കൂറിനിടയിൽ നമ്മുടെ മൊബൈലിനെ നമ്മൾ ടച്ച് ചെയ്യുകയോ നോക്കുകയോ അല്ലെങ്കിൽ അതിലെ മെസ്സേജുകൾ വായിക്കുകയോ ചെയ്യാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. കാരണം ഇത് വെർജീനിയ വൂൾഫ് അവരുടെ ദ വേവ്സ് എന്ന കൃതിയിൽ പറയുന്നുണ്ട്, വൺ കനോട്ട് എസ്കേപ്പ് ദ മെഷീൻ മോർ ദാൻ പെർഹാപ്സ് ഹാഫ് ആൻ അവർ. അരമണിക്കൂറിൽ കൂടുതൽ നമ്മൾക്ക് യന്ത്രവുമായി വിച്ഛേദിക്കപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയാണ്.
ഇത് നമ്മൾ എങ്ങനെ ഒരു പ്രശ്നം എന്നതിലുപരി ഒരു സാമൂഹിക അവസ്ഥയായി കാണുമെന്ന രീതിയിലേക്ക് ഞാൻ ഒരു 8 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കും. ഒന്ന്, നമ്മളെപ്പോഴും സമൂഹ മാധ്യമങ്ങൾ 2 തരത്തിൽ ഉപയോഗിക്കാറുണ്ട്. കാരണം ഇതിന്റെ ഒരു ട്രാൻസ്ലേഷന്റെ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും സോഷ്യോളജി എന്ന് പറയുമ്പോൾ സാമൂഹ്യ ശാസ്ത്രം എന്നായിരുന്നു ഉപയോഗിക്കാറുണ്ടായിരുന്നത്. പിന്നെ പലരും എടുത്ത് പറഞ്ഞു തുടങ്ങി സാമൂഹ്യ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസസ് ആണ്, സമൂഹ ശാസ്ത്രം എന്ന് പറഞ്ഞാലാണ് സോഷ്യോളജി ആകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ അഭിമുഖീകരിക്കാൻ ഇടവന്നത് ഡിജിറ്റൽ ലൈഫ് ഓർ ഡിജിറ്റൽ കൾച്ചർ ആൻഡ് എവറിഡേ ലൈഫ് എന്ന് പറഞ്ഞൊരു സങ്കല്പനത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ എവറിഡേ ലൈഫ് എന്നത് 80-കൾ മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ ഫ്രഞ്ച് ചിന്തകരായ ഹെൻറി ലെഫെബ്രെ, മിഷേൽ ഡെസേർട്ടോ പോലുള്ള ആളുകൾ സൈദ്ധാന്തീകരിച്ച സങ്കല്പമാണ് എവറിഡേ. ഞാനിതിന് നമ്മൾ മലയാളത്തിലേക്ക് ഇതിനെ പറിച്ചു നടുമ്പോൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കുക എന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഒരുപാട് വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എവറിഡേ എന്ന് പറയുന്നത് ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാത്ത സാധാരണ രീതിയിലുള്ള ഒരു ദിവസം, അതായത് നമ്മൾ റുട്ടീൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ദൈനംദിന ചര്യകളിലൂടെ കടന്നു പോകുന്ന ഒരു ദിവസം. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ പോകുമ്പോൾ അത് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിലാണ് ബോർഡം എന്ന് പറയുന്നത്. മലയാളത്തിലെ നമ്മൾ ബോറടിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നല്ലൊരു പരിഭാഷ ബോറത്വം എന്നാണെന്നുള്ളത്. അങ്ങനെ ഒരു വാക്കുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ ബോർഡം എന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ വളരെ മുമ്പ് സാർത്ര വെയിറ്റിംഗ് ഫോർ ദ ബസ് എന്നൊരു കാര്യത്തെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബോർഡൊക്കെ. അപ്പോ ആളുകൾ എന്തായിരുന്നു ചെയ്യാറുണ്ടായിരുന്നു? അതിനെപ്പറ്റി ജോ മോറൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ സാർത്തറിന്റെ ബസ് കാത്തു നിൽപ്പിനെ പറ്റി ഒരു നീണ്ട ലേഖനം എഴുതിയിരുന്നു. അപ്പൊ ഞാനിത് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് പറയും, നിങ്ങൾക്ക് ബസ് കാത്തു നിൽക്കുന്ന അവസ്ഥയെ പറ്റി എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? നേരെ മറിച്ച് നമ്മൾ ഗ്ലോബലൈസേഷനെ പറ്റിയോ അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന ഏതൊരു ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ അവർ എഴുതും. പക്ഷെ ബസ് കാത്തു നിന്ന് ബോർഡിങ്ങിനെ പറ്റി എന്ത് എഴുതാനാണെന്ന് അതുപോലൊരു അവസ്ഥയാണ് നമ്മൾ എവറിഡേ അല്ലെങ്കിൽ ദൈനംദിനതയെ പറ്റി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. പക്ഷെ എന്നാൽ ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സൈബർ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ നമ്മൾ സൈബർ ലോകത്തെ അല്ലെങ്കിൽ ഡിജിറ്റൽ സംസ്കാരത്തെ അതൊരു പ്രശ്നവൽകൃതമായ ഒരു മേഖലയാണെന്നുള്ള രീതിയിൽ പഠിക്കുന്നു. ഒന്നാമത് ആളുകൾ മൊബൈൽ ഫോണിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നു, മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്നു, ഇങ്ങനെയുള്ള രീതിയിലുള്ള ആലോചനകൾ അതൊരു തരം ടെക്നോളജിയുടെ അല്ലെങ്കിൽ സാങ്കേതികതയുടെ ഒരു ദൈവികവൽക്കരണം അല്ലെങ്കിൽ ഡെയിഫിക്കേഷൻ, നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സാങ്കേതികതയുടെ ഒരു അവസ്ഥ. നേരെ മറിച്ച് ഇത് സൃഷ്ടിക്കുന്ന ഒരു സാമൂഹികതയെ നമ്മൾ എങ്ങനെ ഒരു സാംസ്കാരിക പ്രശ്നമായി മനസ്സിലാക്കാമെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ട് ഞാൻ ഈ ചെറിയ സംഭാഷണം അവസാനിപ്പിക്കാം. ഒന്ന്, സമയം എന്ന ഒരു സങ്കല്പനത്തിലൂടെ ഇതിനെ എങ്ങനെ കാണാമെന്നുള്ളതാണ്. 1997 തോന്നുന്നു ക്ലെയ്റ്റൺ ക്രിസ്റ്റൻസ്റ്റൈൻ എന്ന ഹാർവാർഡ് സർവകലാശാലയിലെ ഒരു ചിന്തകൻ എഴുതിയ ദ ഇന്നോവേറ്റേഴ്സ് ഡിലമ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഡിസ്റപ്റ്റീവ് ടെക്നോളജി എന്നൊരു ഒരു പ്രയോഗം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഒരു അലങ്കോലപ്പെടുത്തുന്ന വിപ്ലവം. ഈ അലങ്കോലപ്പെടുത്തുന്ന വിപ്ലവത്തിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് സമയവും നമ്മൾ ഒരു ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ അർപ്പിക്കാതെ നിരന്തരമായി ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ശ്രദ്ധ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. ഇത് ഡിജിറ്റൽ കാലഘട്ടത്തിന്റെ ഒരു സ്വഭാവമാണ്. ഒന്ന്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഡിജിറ്റൽ ലോകത്തെ അല്ലെങ്കിൽ ഡിജിറ്റൽ കാലഘട്ടത്തെ ദൈനംദിനതയെ നമ്മൾ സമയം എന്ന രീതിയിൽ അല്ലെങ്കിൽ സമയത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അത്തരം ഒരു സമീപനത്തെ മുന്നോട്ട് വെക്കാമെന്ന ഒരു ചിന്തകൾ. രണ്ടാമതായി, എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ സംസ്കാരം ചിലതരം സമയത്തിന്റെ താളങ്ങൾ, ഈ താളം എന്നുള്ളത് റിതം അനാലിസിസ് എന്നുള്ള സങ്കല്പത്തിൽ ഹെൻറി ലെഫെബ്രെ എഴുതിയതാണ്. എങ്ങനെയാണ് പുതിയ സമയ താളങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്?
മൂന്നാമതായി, എങ്ങനെയാണ് ഈ സമയതാളങ്ങളോട് വ്യക്തികൾ പ്രതിരോധിക്കുന്നത്? ഈ പ്രതിരോധം വളരെ രസകരമായ ഒരു കാര്യമാണ്. ചില സമയത്ത് നമ്മൾ തന്നെ പറയാറുണ്ട്, നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മൊബൈൽ സമയത്തിൽ നിന്ന് മാറി, ഉദാഹരണത്തിന് നടക്കാൻ പോകുമ്പോൾ മൊബൈൽ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ വേറെ സ്ഥലത്ത് കൊണ്ടുവെക്കുക, സൈലന്റ് മോഡിൽ ഇടുക. ഇങ്ങനെ ഒരുപാട് സ്ട്രാറ്റജികൾ നമ്മൾ സമയത്തെ കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടാറുണ്ട്. എന്തുകൊണ്ട് മൊബൈലിൽ ചെലവഴിക്കുന്ന സമയം ഒരു നഷ്ടം എന്ന രീതിയിൽ നമ്മൾ കണക്കുകൂട്ടുന്നു? 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്താം. ഇതിലുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം എന്ന് പറയുന്നത് മോറലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ആശയം. അതായത് ഉൽപാദനത്തിന്റെ ധാർമ്മികത്വത്തെ മുന്നോട്ട് വെക്കുക. അപ്പൊ നമ്മൾ ഏത് സമയവും ഉൽപാദികളായിക്കൊണ്ടിരിക്കണം, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ, അതായത് എവരിഡേയുടെ ആ ഒരു ബോറത്വത്തിൽ നിന്ന് മാറി നമ്മളെപ്പോഴും എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന ഒരു ധാർമ്മികത്വം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സങ്കല്പനമാണ് ഈ സമയം ഉണ്ടാക്കുന്നത്. അപ്പൊ സമയം, നമ്മളിപ്പോ ഒരാളെ ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കുന്നത് തിരക്കാണോ, സംസാരിക്കാൻ സമയമുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഒരുപാട് ഈ ഡിജിറ്റൽ കാലഘട്ടം നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. സമയം പോയി, മൊബൈലിൽ നോക്കി സമയം കളഞ്ഞു, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോയി കിട്ടി, ഇനി നാളെ തുടങ്ങാം. ഇങ്ങനെയൊക്കെയുള്ള സമയത്തെ പറ്റിയുള്ള ഒരുപാട് ആകുലതകൾ ഡിജിറ്റൽ കാലഘട്ടം നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനുപരിയായിട്ട് ഈ വിശ്രമം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക എന്നൊരവസ്ഥയെ മോശവൽക്കരിക്കുക, ഒരു അഗ്ലിഫിക്കേഷൻ ഓഫ് റെസ്റ്റ്. അത് നമ്മൾ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് വളരെ മോശം കാര്യമാണ്. അതായത് എല്ലാ സമൂഹത്തിലും എല്ലായ്പ്പോഴും വിശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് സാധാരണമായുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ സമയമില്ല എന്നൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാക്കുകയാണ്. കാരണം വിശ്രമിച്ചു കഴിഞ്ഞാൽ ആ സമയം കൊണ്ടുള്ള നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷന്റെ ധാർമ്മികതയുടെ പ്രശ്നം വരും. കാരണം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ, നമ്മള് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോഴും മൊബൈൽ ഫോൺ ടച്ച് ചെയ്യുമ്പോഴും നമുക്കൊരു തോന്നലുണ്ടാകും, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, സമയം വേസ്റ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ 2 ദ്വന്ദ്ങ്ങളിൽ നിന്ന് മാറി മൂന്നാമതൊരു പ്രശ്നം വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ വ്യതിചലനം. നമ്മൾ ഒരു കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ നിരന്തരമായി തെന്നി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഡിജിറ്റൽ മേഖലയിൽ, ഡിജിറ്റൽ സംസ്കാരം നമ്മൾ ഉണ്ടാക്കുന്നു. കാരണം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ മൊബൈൽ എടുക്കുന്നു, ആ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു 3-4 നോട്ടിഫിക്കേഷൻ നമ്മൾ കാണുന്നു, ആ നോട്ടിഫിക്കേഷനിലേക്ക് നമ്മൾ കടക്കുന്നു, അതിന് മറുപടി അയക്കുന്നു, നേരെ മറിച്ച് തിരിച്ചു വരുമ്പോഴേക്കും എന്ത് കാര്യം ചെയ്യാനാണോ മൊബൈൽ എടുത്തത് ആ കാര്യം മറന്നു പോകുന്നു. ഇങ്ങനെയുള്ള ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന അവസ്ഥ ചുരുങ്ങി ഇല്ലാതാവും. അതായത് ഷ്രിങ്കിങ് ടൈം എന്നൊരു അവസ്ഥയിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നു. ഈ പുറത്തു കിടക്കാൻ ശ്രമിക്കലിന്റെ ആകുലതയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു നഷ്ടബോധം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന ചില അസ്വസ്ഥപ്പെടുത്തലുകൾ നിരന്തരമായി കടന്നു വരുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഡിജിറ്റൽ സംസ്കാരം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ സംസ്കാരം എങ്ങനെയൊക്കെ നമ്മുടെ സാമൂഹികതയെ നന്നാക്കുന്നു, ചീത്തയാക്കുന്നു എന്ന ദ്വന്ദ്വത്തിൽ നിന്നും ഉപരിയായി, അല്ലെങ്കിൽ ദ്വന്ദ്വത്തിൽ നിന്നും മാറി എങ്ങനെയൊക്കെ സമയം എന്ന ഒരു ആശയം, അല്ലെങ്കിൽ സമയം എന്ന ഇപ്പൊ സമയം എന്ന ടൈം എന്നതിലുപരിയായി ടെമ്പറാലിറ്റി, സമയത എന്ന് വേണമെങ്കിൽ പറയാം. ടെമ്പറാലിറ്റി, മാറി വരുന്ന ടെമ്പറാലിറ്റി എങ്ങനെയാണ് നമ്മുടെ സാമൂഹികതയെ നിരന്തരമായി ബാധിക്കുന്നത്? ഇതിനെ ഉദാഹരിച്ചുകൊണ്ട് മാറി വരുന്ന സൗഹൃദങ്ങളെ പറ്റിയൊക്കെ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ തൽക്കാലം സമയപരിധി കുറവായിരുന്നു. സമയപരിധി കാരണം ഇവിടെ ചുരുക്കാമെന്ന് വിചാരിക്കുന്നു. വേറൊരവസരത്തിൽ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ പറയാൻ അവസരം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനൊരു അവസരം എനിക്ക് തന്ന, എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്കും, പ്രത്യേകിച്ച് ബലറാം മാഷ്ക്കും രാധാകൃഷ്ണൻ മാഷ്ക്കും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട്
എൻ്റെ സഹപാനലിസ്റ്റുകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും പറ്റി. സാഹിത്യകാരന്മാരുടെ, സാഹിത്യ നിരൂപകരുടെ കൂടെ ആദ്യമായിട്ടാണ് ഒരു വേദി പങ്കെടുത്തത്. അത് തലശ്ശേരിക്കാരനായ ഞാൻ തലശ്ശേരിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പൊതു പരിപാടിയിൽ സംസാരിക്കുന്നത്.